നോറയുടെ ആഗ്രഹം റസ്മിനെ എടുത്ത് വെളിയിൽ കളയണം എന്നാണ്. അത് കറക്റ്റാണ് ചിന്തപ്പ. റസ്മിൻ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഇപ്പോ. അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്ന പോലെയാണ് റസ്മിൻ ഇപ്പൊ നിൽക്കുന്നത്. നോറയുടെ വോട്ടുകൾ റസ്മിന് പോകുമെന്ന് എനിക്ക് ഒരു തോന്നലേ ഇല്ല. ബുദ്ധിയുള്ള നോറ ഫാൻസ് റസ്മിൻ പുറത്താവണം എന്നേ ആഗ്രഹിക്കുള്ളൂ. റസ്മിന് വോട്ട് കൊടുത്ത് ഒരാൾ പോലും സേവ് ആക്കില്ല. ബുദ്ധിയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. റസ്മിൻ ആരും വോട്ട് കൊടുക്കത്തില്ല. റസ്മിൻ ഡേഞ്ചർ സോണിലാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്ന് ഋഷി പറയുന്നു. സ്മോക്കിംഗ് റൂമിൽ വെച്ചിട്ട് ഋഷിയും ജിൻഡോയും കൂടി നടത്തിയ ഒരു ചർച്ചയാണ് ഇത്. ഋഷി സ്മോക്കിംഗ് റൂമിന് വെളിയിലാണ് നിൽക്കുന്നത്, ജിൻഡോ അകത്തും. എങ്ങനെ റസ്മിനെ പുകച്ച് പുറത്ത് ചാടിക്കാം, അതായിരുന്നു ചർച്ചാ വിഷയം. സംഭവം ഇതായിരുന്നു ചർച്ചയെങ്കിലും ഇവര് പറയുന്നത് കറക്റ്റാണ് കേട്ടോ. നോറയെ സേവ് ചെയ്തത് അൻസിബയാണ് കൺഫെഷൻ റൂമിൽ വെച്ചിട്ട്. നോറയുടെ കുറെ വോട്ട് അൻസിബയിലേക്ക് മറിയാൻ സാധ്യതയുണ്ട്. റസ്മിൻ ഇതുവരെ ഒരു സോളിഡ് പ്രേക്ഷക പിന്തുണ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം 4 ആഴ്ചയാണ് പവർ റൂമിൽ ഇരുന്നത്. ഓഡിയൻസുമായിട്ട് ഇതുവരെ കണക്ട് ആവാത്തൊരു കണ്ടസ്റ്റന്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഹേറ്റും കിട്ടുന്നുണ്ട് റസ്മിന്. എങ്ങനെയൊക്കെയോ സേവ് ആയി പോയതാണ് ഈ ഒരാഴ്ച വരെ. ജിൻഡോയും ഋഷിയും പറഞ്ഞതുപോലെ റസ്മിൻ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഒരാഴ്ച തന്നെയാണ് ഇത്. നമുക്ക് നോക്കാം റസ്മിൻ സേവ് ആയി ഇവരിത് മാറ്റി പറയുമോ എന്നുള്ളൊരു കാര്യം. എന്തായാലും രണ്ടുപേരുടെയും ഗെയിം അനാലിസിസ് ഒരു രക്ഷയുമില്ല കേട്ടോ. ഋഷിയൊക്കെ നിഷ്കുവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് മൈൻഡിനകത്ത്. ജിൻഡോയുടെ കാര്യം പിന്നെ എടുത്ത് പറയേണ്ടതില്ല. അത് പുള്ളി ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല ആ ഒരു മൈൻഡ് ഗെയിം കാര്യത്തില്. അതായിരുന്നു പാതിരാത്രിയിലെ ഈ ഒരു ചർച്ച.